നമ്മുടെ കുട്ടികൾക്ക് കേരളത്തിൽ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കേരളത്തിൽ തന്നെ മികച്ച കോളേജുകളുണ്ട്. അത് 100 ഇയേഴ്സിന് മുകളിൽ 150 ഇയേഴ്സിന് മുകളിൽ പാരമ്പര്യമുള്ള കോളേജുകൾ നമ്മുടെ തിരുവനന്തപുരത്തും എറണാകുളത്തും കോട്ടയത്തും പല ജില്ലകളിലായിട്ട് കുട്ടികൾക്ക് തിരഞ്ഞെടുക്കാവുന്ന കോളേജുകൾ നമുക്ക് കണ്ടെത്താവുന്നതാണ്. അതിൽ ഞാൻ ഏറ്റവും ടോപ്പ് 10 കോളേജസ് ഇൻ ഇന്ത്യ ആദ്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. അതിൽ ഈ ടോപ്പ് 10 എന്ന് പറയുന്നതിനെക്കാട്ടിലും എണ്ണം 20-25 വരെ കണ്ടെത്തേണ്ടതാണ്. ഞാൻ 10 അതിനകത്ത് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പറയുന്നുണ്ട്. ഡൽഹിയിലെ മെറിൻഡ ഹൗസ്, അതുപോലെ തന്നെ ലേഡീസ് റാംസ് കോളേജ് അറിഞ്ഞിരിക്കുക. ശ്രീറാംസ് കോളേജും ഉണ്ട്. ശ്രീറാംസ് കോളേജ് ഫോർ മെൻ, ലേഡീസ് റാംസ് കോളേജ് ഫോർ വിമൻ. അത് ഹൈ പൊസിഷനിൽ അലങ്കരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ദെൻ ഹിന്ദു കോളേജ് ഡൽഹി, അതുപോലെ സെൻറ്റ് സ്റ്റീവൻസ് കോളേജ് ഡൽഹി. സെൻറ്റ് സ്റ്റീവൻസ് കോളേജ് ഡൽഹി ആയിരുന്നു വർഷങ്ങളായിട്ട് 1ാം സ്ഥാനം അലങ്കരിച്ചിരുന്നത്. ഈ അടുത്ത സമയത്താണ് മെറിൻഡ ഹൗസ് അതിൽ ടോപ്പ് ലെവലിലേക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രസിഡൻസി കോളേജ് ചെന്നൈ വളരെ പഴക്കമുള്ളൊരു കോളേജാണ്. ലയോള കോളേജ് ചെന്നൈ, അതുപോലെ ലയോള കോളേജിനോടൊപ്പം ബോയ്സിനുള്ള ലയോള കോളേജിനോടൊപ്പം തന്നെ പറയേണ്ടതുണ്ട് സ്റ്റെല്ല മേരീസ് കോളേജ് ചെന്നൈ. കൂടാതെ സെൻറ്റ് സേവിയേഴ്സ് കോളേജ് കൊൽക്കത്ത, രാമകൃഷ്ണ മിശ്ര മിഷൻ വിദ്യ മന്ദിർ കൊൽക്കത്ത, അതുപോലെ തന്നെ ഹൻസ്രാജ് കോളേജ് ഡൽഹി, PSGR കൃഷ്ണമാൾ കോളേജ് ഫോർ വിമൻ കോയമ്പത്തൂർ. ഇത്തരത്തിൽ ടോപ്പ് കോളേജസ് ആർട്സ് സയൻസ് വിഷയങ്ങൾ അല്ലെങ്കിൽ കൊമേഴ്സ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പഠിക്കുവാൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി അതല്ലാതെ അടുത്തത് മാനേജ്മെൻറ്റ് കോളേജസ്. സാധാരണ BBA കോഴ്സുകളിലേക്ക് അല്ലെങ്കിൽ BCA കോഴ്സിലേക്ക് കുട്ടികൾ പഠിക്കാറുണ്ട്. ഇനി അതല്ല BCom ഡിഗ്രി എടുത്തു കഴിഞ്ഞിട്ടും BSCയോ BA എടുത്തു കഴിഞ്ഞിട്ടും അവർക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഹയർ എഡ്യൂക്കേഷൻ കോഴ്സായിട്ട് IIMൽ പഠിക്കാനായിട്ട് ഉണ്ടാകുന്ന ഒരു പുതിയ തലമുറയാണ് നമ്മുടേത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് 10 മാനേജ്മെൻറ്റ് കോളേജസിനെ കുറിച്ച് പരിചയപ്പെടുത്താം. IIM അഹമ്മദാബാദ് ഗുജറാത്ത്, അതുപോലെ ബാംഗ്ലൂർ, അതുപോലെ കൽക്കട്ട, അതുപോലെ UP ലക്നൌവിലെ IIM, അതുപോലെ തന്നെ ഖരഗ്പൂർ വെസ്റ്റ് ബംഗാൾ. ദെൻ നമ്മുടെ കേരളത്തിൽ തന്നെ കോഴിക്കോട് കാലിക്കറ്റിൽ നമുക്ക് IIM ഉണ്ട്. അത് ടോട്ടൽ മാനേജ്മെൻറ്റ് കോളേജ് IIMൽ വെച്ചിട്ട് 6th പൊസിഷനാണ്. അതുപോലെ തന്നെ IIM മധ്യപ്രദേശ്, അതുപോലെ ഡൽഹി തുടങ്ങിയുള്ള കോളേജുകൾ, ഹരിയാന ഉൾപ്പെടെയുള്ള കോളേജുകളിൽ കുട്ടികൾക്ക് ഹയർ എഡ്യൂക്കേഷൻ കോഴ്സുകൾക്ക്, പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകൾക്ക്, ഇനിയിപ്പോൾ ഇതെല്ലാം തന്നെ 4 ഇയർ ഡിഗ്രി കോഴ്സിലേക്ക് മാറുമ്പോൾ ഇവിടെ എല്ലാം തന്നെ ഒരു പക്ഷേ നേരിട്ട് പഠിക്കാനുള്ള അവസരം വന്നേക്കാം. ദെൻ അത് കഴിഞ്ഞിട്ട് IITs ഇപ്പം നമുക്ക് യഥാർത്ഥത്തിൽ 22 IITs നമ്മുടെ രാജ്യത്തൊട്ടാകെ ഇപ്പോൾ നിലവിലുണ്ട്. അതിൽ ടോപ്പ് 10 IITsൽ നമ്മുടെ എന്നും ടോപ്പിൽ നിൽക്കുന്നത് നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള ചെന്നൈ, മദ്രാസിലെ IIT മദ്രാസാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരു, അതുപോലെ ഡൽഹി, മുംബൈ, വെസ്റ്റ് ബംഗാൾ, UP, ആസാം, ന്യൂഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ IITs കുട്ടികളെ തേടിയിരിക്കുന്നുണ്ട്. കുട്ടികൾ തീർച്ചയായിട്ടും IITs പഠിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് JEE മെയിനും നല്ല സ്കോറോടി പാസ്സായി JEE അഡ്വാൻസും എഴുതി കഴിയുമ്പോഴാണ് IITയിൽ അഡ്മിഷൻ കിട്ടുക. JEE മെയിൻ മാത്രം പാസ്സാകുന്നവർക്ക്, JEE അഡ്വാൻസ് പാസ്സാകാൻ കഴിയാത്തവർക്ക് തീർച്ചയായിട്ടും ഐഷർ പോലുള്ള അല്ലെങ്കിൽ മറ്റ് എഞ്ചിനീയറിംഗ് കോളേജസിൽ, ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജസിൽ കേരളത്തിലും രാജ്യത്തുമൊക്കെ പഠിക്കാൻ സാധിക്കും. അതിനകത്ത് IITs 22 IITs പരിചയപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ സ്ലൈഡ്സ് നോക്കാം. ഇതിൻ്റെ എല്ലാം തന്നെ ലിങ്ക് കൂടി നിങ്ങൾക്ക് ഇതിനകത്ത് കൂടി തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ദെൻ ടോപ്പ് കോളേജസ് ഇൻ കേരളയാണ്. ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അയച്ച് പഠിപ്പിക്കാൻ ഇപ്പോൾ രക്ഷിതാക്കൾ ഒരുപാട് തയ്യാറാകാറുണ്ട്. എന്നാൽ ആർക്കെങ്കിലുമൊക്കെ നമ്മുടെ അയൽവക്കത്തുള്ള സ്കൂളുകളിൽ പഠിച്ച് പരിശീലിച്ച് വന്ന കുട്ടികൾക്ക് അതുപോലെ തുടർന്ന് സുരക്ഷിതരായിട്ട് അടുത്തുള്ള കോളേജുകളിൽ പഠിക്കാൻ തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റികളുടെ കേരളത്തിലെ ഒരുപാട് മാറ്റം ഇനിയും വരും നാളുകളിൽ ഉണ്ടാകും. അക്കാര്യത്തിൽ ആർക്കും ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട. ഇതിനിടയിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് പലതരത്തിലുള്ള ഇഷ്യൂസ് എല്ലാവർക്കും അറിയാം. നമ്മുടെ യൂണിവേഴ്സിറ്റികളിലെ വൈസ് ചാൻസലർമാരുടെ പ്രശ്നങ്ങളും മറ്റുമൊക്കെ, അവരുടെ മാറ്റവും മറ്റുമൊക്കെ, എന്തായാലും അതിനെല്ലാം മാറ്റം സംഭവിക്കുന്നുണ്ട് താമസിയാതെ. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സംസ്ഥാനത്തെ, നമ്മുടെ സ്വന്തം നാട്ടിലെ കേരളത്തിലെ പഠിക്കാൻ കഴിയുന്ന ഏറ്റവും ടോപ്പ് കോളേജുകൾ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ ടോപ്പ് കോളേജസ് എന്ന് പറയുന്നവയിൽ സ്വാഭാവികമായിട്ടും 1ാം സ്ഥാനം യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരം 1834 ആരംഭിച്ചത്. അതുപോലെ 1864 ആരംഭിച്ച വിമൻസ് കോളേജും, അതുപോലെ തന്നെ 1925 എറണാകുളം സെൻറ്റ് തെരേസസ് കോളേജുണ്ട്. എന്നാൽ 1955 ആരംഭിച്ച രാജഗിരി കോളേജ് 2nd പൊസിഷൻ അലങ്കരിക്കുന്നു എന്നുള്ളത് വളരെ പ്രത്യേകമായിട്ട് ഓർമ്മിക്കേണ്ടതാണ്. അത് കൂടാതെ നമുക്ക് വളരെ പ്രമുഖമായിട്ട് മറ്റൊരു കോളേജിനെ കുറിച്ച് ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുണ്ട്.
അതായത് മരിയൻ കോളേജ് കുറ്റിക്കാനം. മരിയൻ കോളേജ് കുറ്റിക്കാനം തുടങ്ങിയത് 1995 30 വർഷമായിട്ടില്ല, 29 വർഷം മാത്രം പൂർത്തിയായ ആ സ്ഥാപനം ഇന്ന് 27th പൊസിഷൻ മാത്രമല്ല, അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അടുത്ത ചില സ്ലൈഡ്സിൽ കാണിക്കുന്നുണ്ട്, അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ കോട്ടയം CMS കോളേജ് 100 ഇയേഴ്സ് പൂർത്തിയാക്കിയതാണ്. TKM കോളേജ്, കൊല്ലത്തുള്ള TKM കോളേജും വളരെ ടോപ്പ് പോസ്റ്റ് ഇരിക്കുന്നതാണ്. മരിയൻ കോളേജ് കുറ്റിക്കാനത്തിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു അടുത്ത സ്ലൈഡിൽ നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അതിന് ഓരോ സയൻസിൻ്റെ കാര്യത്തിലും കൊമേഴ്സിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ആർട്സ് സബ്ജക്ട്സിൻ്റെ കാര്യത്തിലും അതുപോലെ MSW സോഷ്യൽ വർക്കിൻ്റെ കാര്യത്തിലുമൊക്കെ കേരളത്തിൽ 6th 7th ഒക്കെ പൊസിഷൻ, 4th പൊസിഷൻ അലങ്കരിക്കുന്ന ഒരു വളരെ ടോപ്പ് ലെവലിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കോളേജാണ് മരിയൻ കോളേജ് കുറ്റിക്കാനം, ഇടുക്കി. അതിന് പുറമെ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള റാങ്കിങ്ങിൽ കേരളത്തിലെ റാങ്കിങ് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ 2020 ഡേറ്റയാണ് എൻ്റെ കൈവശമുള്ളത്. അതിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ക്യുസാറ്റും അതുപോലെ തന്നെ NIT കാലിക്കറ്റും യൂണിവേഴ്സിറ്റി ഓഫ് കേരള അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അതുപോലെ നമ്മുടെ IIST ഇന്ത്യൻ സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി, അതുപോലെ കണ്ണൂർ യൂണിവേഴ്സിറ്റി, ഇവയെല്ലാം തന്നെ നമ്മുടെ സംസ്ഥാനത്തിൽ ഉന്നത പദവി അലങ്കരിക്കുന്നവയായിട്ടുണ്ട്. ഇതിന് പുറമേ നമുക്ക് 2023 ഡേറ്റ റേറ്റിങ്ങിൻ്റെ മറ്റും ഡീറ്റെയിൽസ് കൂടി ഞാൻ ഈ സ്ലൈഡ്സിനോടൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അത് കാണുക. അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിൻ്റെ വിശദാംശങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള ഏതൊക്കെയാണ്? നമ്മുടെ ഡീംഡ് യൂണിവേഴ്സിറ്റീസിൻ്റെ എണ്ണം ഓരോ വർഷവും കൂടുന്നുണ്ട്. ആ ഡീംഡ് യൂണിവേഴ്സിറ്റിയെക്കുറിച്ചും അതിനകത്ത് കേരള കലാമണ്ഡലവും അതുപോലെ തന്നെ IISTയും NITയും ഒക്കെ ഡീംഡ് യൂണിവേഴ്സിറ്റി ആയിട്ടുണ്ട്. കൂടാതെ നമ്മുടെ മാർവേനസ് കോളേജ് ഉൾപ്പെടെയുള്ളവയും സ്വാശ്രയ കോളേജുകളായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ എല്ലാം കുട്ടികൾക്ക് പഠിച്ചാൽ അതാത് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണെങ്കിലും ഓട്ടോണമസ് പവറുള്ള കോളേജുകളും നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് വരുന്നുണ്ട്. ഫോറിൻ യൂണിവേഴ്സിറ്റീസ് നമ്മുടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിൽ വരുന്നതുപോലെ കേരളത്തിലും എത്തിച്ചേരുന്നുണ്ട്. താങ്ക് യു.